നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസങ്ങൾ ബാക്കിയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ തിരക്കിലാണ്. CPM-ഉം BJP-യും ഒക്കെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി വെച്ച് കൃത്യസമയത്ത് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുന്നു. കോൺഗ്രസ് പാർട്ടി പതിവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും കോൺഗ്രസ് പാർട്ടിയിൽ ഓരോ തരം നാടകങ്ങളാണ്. ഇക്കുറി ഈ നാടകത്തിലെ സൂപ്പർ സ്റ്റാർ K. സുധാകരനാണെങ്കിൽ ഓരോ തവണയും വ്യത്യസ്തമായ സാഹചര്യം രൂപപ്പെടുമെന്ന് മാത്രം. ഇതിനിടയിൽ നിരവധി തമാശകളുണ്ട്. സീറ്റ് ഉറപ്പായും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് രംഗത്തിറങ്ങിയവർ നിരാശരാകുന്ന അവസ്ഥ. കോൺഗ്രസ് പാർട്ടിയിൽ അത്തരം ഒരുപാട് പേർ അവസാന നിമിഷം പിന്തള്ളപ്പെട്ടു. ഡോക്ടർ SS ലാൽ, ജോസഫ് വാഴക്കൻ, ടോമി ഗല്ലാനി, BRM ഷഫീർ തുടങ്ങി അനേകം പേർ. ഇതിൽ പലർക്കും കോൺഗ്രസ് നേതൃത്വം വാക്കുകൊടുത്തിരുന്നതാണ്. ജോസഫ് വാഴക്കനോട് അങ്ങോട്ട് താങ്കളുടെ പേര് മാത്രമാണ് പറയുന്നത് എന്നറിയിച്ച് ഏറ്റുമാനൂരിൽ മത്സരിച്ചോളം പറഞ്ഞ് പോസ്റ്റർ അടിക്കാനുള്ള പണം പോലും ജോസഫ് വാഴക്കൻ കൊടുത്തിരുന്നു. ഒടുവിലാണ് അവിടെ പുതിയ സ്ഥാനാർത്ഥി വരുന്നത്. SS ലാലിനെ പുതിയ ആരോഗ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതാണ് കോൺഗ്രസ് പാർട്ടി. നേരത്തെ ആരോഗ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതുകൊണ്ട് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഡോക്ടർ ലാല് പാർട്ടി കോൺഗ്രസ് ആണെന്ന് മറന്നുപോയി. വളരെ വിചിത്രമായ പല സംഭവങ്ങളും ഇതിനിടയിൽ അരങ്ങേറുന്നുണ്ട്. അതിലൊന്ന്, നേരത്തെ തന്നെ സീറ്റ് പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്ന ഇടതുമുന്നണിയുടെ ഗതികെട്ട ഒരവസ്ഥയാണ്. കോൺഗ്രസിൽ സീറ്റ് കിട്ടാൻ വേണ്ടി അടിപിടി നടക്കുമ്പോൾ LDF-ൽ പലപ്പോഴും ആവശ്യത്തിന് സ്ഥാനാർത്ഥികളില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും ഇടതുമുന്നണി സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ മലപ്പുറത്തെ സീറ്റുകൾ ഒഴിച്ചിടുന്നത് സീറ്റ് പ്രഖ്യാപനം വരുമ്പോൾ ലീഗിലോ കോൺഗ്രസിലോ വല്ല അടിയും ഉണ്ടായാൽ അവരെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് കരുതിയാണ്. ഇക്കുറിയും അത് ആവർത്തിച്ചു. അവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ കപ്പിനും ചുണ്ടിനുമിടയിൽ CPM-ന് നഷ്ടപ്പെട്ടു പോയി. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ലീഗിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാളാണ്. ലീഗ് നേതൃത്വവുമായി അത്ര രസത്തിലില്ലാത്തതുകൊണ്ട് ജയിക്കില്ല എന്നുറപ്പുള്ള പുനരൂരിൽ കഴിഞ്ഞ തവണ കൊണ്ടിട്ട് തോൽപ്പിച്ചു. ഇക്കുറി തിരൂരങ്ങാടി സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കൊടുത്തത് അവിടെയുള്ള ഒരാൾക്കാണ്. രണ്ടത്താണി അല്പം ഇടഞ്ഞതോടെ CPM-ന് പ്രതീക്ഷയായി. മലപ്പുറത്തെ ഏതു സീറ്റ് വേണമെങ്കിലും രണ്ടത്താണിക്ക് കൊടുക്കാം എന്ന നിലപാടിലേക്ക് CPM മാറുന്നു. പക്ഷെ ഒടുവിൽ ലീഗ് പ്രശ്നം പരിഹരിച്ചതോടെ CPM നിരാശരായി മാറുന്നു. പക്ഷെ എന്നിട്ടും CPM-നെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ പലരെയും കടമടക്കേണ്ടി വന്നു. മങ്കടയിൽ ഒരു മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെയാണ് CPIM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ രസം കേരള കോൺഗ്രസിൻ്റെ അവസ്ഥയാണ്. ജോസ് കെ മാണിയുടെ വിഭാഗത്തിന് 12 സീറ്റാണ് LDF കൊടുത്തത്. എന്നാൽ ആവശ്യത്തിന് സ്ഥാനാർത്ഥികളെ കിട്ടാതെ ജോസ് കെ മാണി വലഞ്ഞു. കാരണം KM മാണി മരിച്ചപ്പോൾ ഒരുമാതിരിപ്പെട്ട മാണി ഗ്രൂപ്പ് നേതാക്കളെല്ലാം ജോസഫിൻ്റെ കൂടെ കൂടി. അവിടെ കഴിഞ്ഞ തവണ 10 സീറ്റാണ് കിട്ടിയതെങ്കിൽ ഇക്കുറി 8ലേക്ക് ഒതുക്കി. 7 പറയുന്നതാവും ഉചിതം. കാരണം വിജയസാധ്യത അല്പമെങ്കിലുമുള്ള തൃക്കരിപ്പൂർ കോൺഗ്രസിന് കൊടുത്തിട്ട് ഒരിക്കലും ജയിക്കാത്ത കാഞ്ഞങ്ങാടാണ് 8ാമത്തെ സീറ്റായി കൊടുത്തത്. എന്നാൽ ജോസ് കെ മാണിയുടെ അവസ്ഥ അങ്ങനെയല്ല. 12 സീറ്റിൽ 4 സ്ഥാനാർത്ഥികളെ കടം വാങ്ങേണ്ടി വന്നു. പിറവത്തെ സാബു K. ജേക്കബ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ KPCC സെക്രട്ടറി ആയിരുന്നു. കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയിൽ പിറവം മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ജോസ് കെ മാണിക്ക് പറ്റിയ സ്ഥാനാർത്ഥി ഇല്ലാതായപ്പോൾ സാബു ഉടനടി കേരള കോൺഗ്രസ് മാണിയിലേക്ക് ചേർന്ന് ഇപ്പോൾ മത്സരിക്കുന്നു. പെരുമ്പാവൂരിലെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് ബേസിൽ പോൾ എന്നാണ്. കഴിഞ്ഞ ദിവസം വരെ DCC സെക്രട്ടറി ആയിരുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൽ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഒടുവിലിത ജോസ് കെ മാണി സീറ്റ് വാഗ്ദാനം ചെയ്തപ്പോൾ ഞൊടിയിടയിൽ കോൺഗ്രസ് വിട്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറി. ചാലക്കുടിയിലെ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി ബിജു ചെറിയത്തിൻ്റെ അവസ്ഥ അതിനേക്കാൾ വിചിത്രമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിൽ മത്സരിച്ച് ചാലക്കുടി നഗരസഭാ കൗൺസിലറായിരുന്ന ബിജു ഞൊടിയിടയിലാണ് ഇടതുപക്ഷത്തേക്ക് കൂറുമാറി സ്ഥാനാർത്ഥിയാവുന്നത്. കോവളത്തെ ഇടതു സ്വതന്ത്രൻ ഭഗത് റൂഫസിൻ്റെ കാര്യം അതിലും രസമാണ്. ഇടതുമുന്നണിയുടെ ഭാഗമായ RJD-യുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമൊക്കെയായി ഭഗത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇടതുമുന്നണിയുടെ ഭാഗമായ നീലലോഹിതദാസ നാടാരുടെ പാർട്ടിക്ക് പറ്റിയ സ്ഥാനാർത്ഥിയില്ല എന്നറിയുന്നത്. അങ്ങനെ ആ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി RJD-യുടെ ഭാരവാഹിത്വമൊക്കെ രാജിവെച്ച് ഞൊടിയിടയിൽ നീലൻ്റെ പാർട്ടിയിൽ ചേർന്നു. പക്ഷെ CPM നീലൻ്റെ പാർട്ടിക്ക് സീറ്റ് കൊടുത്തില്ല. ഒടുവിൽ CPM-ൻ്റെ കാലിൽ പിടിച്ച് ഇടതു സ്വതന്ത്രനായി ഭഗത് റൂഫസ് തന്നെ മത്സരിക്കുന്നു. 2021 കോട്ടക്കലിൽ NCPയുടെ സ്ഥാനാർത്ഥിയിരുന്ന ആൾ പിന്നീട് NCP വിട്ടുപോയെങ്കിലും
ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്വതന്ത്രനായി തിരിച്ചു വന്നിട്ടുണ്ട്. മലപ്പുറത്തെ NCPയുടെ സ്ഥാനാർത്ഥി KT മുജീബ് കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ പരീക്ഷിച്ചിട്ട് ഒടുവിൽ NCPയിൽ എത്തപ്പെട്ടതാണ്. ഇങ്ങനെ ഇടതുമുന്നണിക്ക് ഒരുപാട് പേരെ കടം വാങ്ങി സ്ഥാനാർത്ഥിയാക്കേണ്ട അവസ്ഥയാണെന്ന് പലരും അറിയുന്നില്ലെന്ന് മാത്രം. ഈ ദിവസത്തെ മറ്റൊരു കോമഡി കൂടി കാണാതെ പോകരുത്. നമ്മുടെ നാട്ടിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ MP-മാർ തമ്മിൽ മത്സരമാണ്. വേറൊരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ കേന്ദ്രമന്ത്രിമാരും. നാഗർകോവിൽ നിന്നും മംഗളൂരു പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്സിന് കാഞ്ഞങ്ങാടും പയ്യന്നൂരും ചെറുവത്തൂരും സീറ്റ് അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ MP-മാർ മത്സരിച്ചപ്പോൾ അത് സുരേഷ് ഗോപിയുടെ നേട്ടമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ സർവീസിൽ തന്നെ കയറിക്കൂടി 3 സ്വീകരണം ഏറ്റുവാങ്ങാൻ സുരേഷ് ഗോപി തീരുമാനിക്കുന്നു. ഈ വിവരം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നു. പാർട്ടി അണികൾ അർദ്ധരാത്രിയിൽ എത്തുന്ന ട്രെയിനിൽ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നു. വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരതിൽ പുറപ്പെട്ട് 10:30 മണിയോടുകൂടി കണ്ണൂരിലെത്തി അതിനുശേഷം 12:50 എത്തുന്ന അമൃത് ഭാരതിൽ കയറി 3 സ്റ്റോപ്പുകളിലും എത്താനായിരുന്നു സുരേഷ് ഗോപിയുടെ തീരുമാനം. പക്ഷേ വന്ദേ ഭാരത് 2 മണിക്കൂർ വൈകിയതോടെ കഥ മാറി. അമൃത് ഭാരത് അതിനു മുൻപ് തന്നെ തലശ്ശേരിയിലെത്തി. ഇതോടുകൂടി സുരേഷ് ഗോപി എത്തിയേക്കില്ല എന്ന് കരുതി സ്വീകരിക്കാനെത്തിയ BJP പ്രവർത്തകർ വീട്ടിൽ പോയി. സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ പിടിയുള്ളതുകൊണ്ട് അമൃത് ഭാരത് എക്സ്പ്രസിനെ തലശ്ശേരിയിൽ ഏതാണ്ട് 1.5 മണിക്കൂർ പിടിച്ചിട്ടിട്ട് സുരേഷ് ഗോപിയുമായി വന്ന വന്ദേ ഭാരതിനെ മുമ്പിൽ കയറ്റി. അങ്ങനെ കണ്ണൂരിലെത്തി വൈകിയെത്തിയ അമൃത് ഭാരതിയിൽ കയറി സുരേഷ് ഗോപി നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ എത്തുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്ന അവസ്ഥ. ഒറ്റ നേതാക്കൾ പോലും സ്ഥലത്തില്ല. 5-6 മിനിറ്റ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിന്ന സുരേഷ് ഗോപി കട്ടക്കലിപ്പിൽ അതേ ട്രെയിനിന് തന്നെ മടങ്ങിയെന്നാണ് പത്രവാർത്തകൾ.